അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയിലെ ടോപ്പിക്കായ യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ചാണ്. അപ്പം യൂറോപ്യന്മാർ പ്രധാനമായി ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടിയാണ്, പ്രത്യേകിച്ച് കുരുമുളകിന് വേണ്ടി. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള സമുദ്രപാത കണ്ടെത്തിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. വാസ്കോഡഗാമ ആഗതനായ വർഷമാണ് 1498 മെയ് 20. എത്തിയ സ്ഥലം കോഴിക്കോടിന്റെ അടുത്തുള്ള കാപ്പാടിലാണ്. അക്കാലത്തെ സാമൂതിരി മാനവിക്രമൻ. പോർച്ചുഗീസ് ഗവർണർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. അൽഫോൺസോ ഡി അൽബുക്കർക്ക്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനാണ് അദ്ദേഹം. 1510 ഗോവ പിടിച്ചടക്കി. നൈനോഡ കുൻഹ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. അത് 1530 ഇത് നടന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം കൊച്ചിയാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ് ഡച്ചുകാർ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇനി കുളച്ചൽ യുദ്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇനി ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ ചുരുക്കത്തിൽ പറയാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600 ഡിസംബർ 31. ഇന്ത്യയിൽ വന്നത് വ്യാപാരത്തിനാണെങ്കിലും പിന്നീട് ഭരണാധികാരികളായി മാറി. ബക്സാർ യുദ്ധം 1764 പ്ലാസി യുദ്ധം 1757 എന്നിവ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ചു. ഇനി ഡെൻമാർക്കുകാർ, അവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തരംഗംബാടി. തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഈ തരംഗംബാടി എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ചുകാർ, ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. അത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രധാന വ്യക്തിയാണ് ഡ്യൂപ്ലേ. ഫ്രഞ്ച് ഗവർണറായിരുന്നു. ഈ കർണാടക യുദ്ധങ്ങൾ വഴി ബ്രിട്ടീഷുകാരുമായി കടുത്ത മത്സരം ഉണ്ടാവുകയും ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇനി യൂറോപ്യൻ ശക്തികൾ വന്ന ക്രമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, ഡെൻമാർക്കുകാർ വന്നു, ഏറ്റവും ഒടുവില് ഫ്രഞ്ചുകാർ വന്നു. ഇനി ആദ്യത്തെ കോട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണിത ഫോർട്ട് ഇമാനുവൽ ആണ്. 1503. ആദ്യ തലസ്ഥാനം കൊച്ചിയിലാണ്. താങ്ക് യു. യൂറോപ്യന്മാരുടെ സംഭാവന. കൃഷിയിലും വാണിജ്യത്തിലുമുള്ള മാറ്റങ്ങൾ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് റബ്ബർ, പുകയില, കശുവണ്ടി, പേര, പപ്പായ, കപ്പ എന്നിവ കൊണ്ടുവന്നത്. അച്ചടി യന്ത്രം. 1556 ഗോവയിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിച്ചത്. കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യയിലും നാവിഗേഷനിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിദ്യാഭ്യാസവും ഭാഷയും. ആധുനിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. മെക്കാളെ പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. 1835 മെക്കാളെ മിൻസ്. ഭാഷ. മലയാള ഭാഷയുടെ ആദ്യകാല നിഘണ്ടുക്കളും വ്യാകരണ പുസ്തകങ്ങളും തയ്യാറാക്കുന്നതിൽ യൂറോപ്യൻ മിഷണറിമാർ വലിയ പങ്ക് വഹിച്ചു. ഹെർമൻ ഗുണ്ടട്ടാണ് ഇതിന് ഉദാഹരണം. ഭരണനിർവഹണം. സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. പോലീസ് ആൻഡ് ജുഡീഷ്യറി. ആധുനിക പോലീസ് സംവിധാനവും കോടതികളും ഹൈക്കോടതികൾ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. റെയിൽവേ. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. 1853 ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യ റെയിൽവേ റൂട്ട്. ടെലിഗ്രാം ആൻഡ് പോസ്റ്റൽ. ഇന്ത്യയിൽ തപാൽ സംവിധാനവും ടെലിഗ്രാഫും ആധുനികവൽക്കരിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇനി വാസ്തുവിദ്യ. ഗോതിക് ശൈലി. പല പഴയ കെട്ടിടങ്ങളും ഈ ശൈലിയിൽ നിർമ്മിച്ചവയാണ്. 12-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച് യൂറോപ്പിൽ പടർന്ന് ഒരു വാസ്തുവിദ്യാ ശൈലിയാണിത്. ഉയർന്ന കൂരകളും കൂർത്ത ആർച്ചുകളും പ്രത്യേകതയാണ്. ഉദാഹരണം മുംബൈയിലെ വിക്ടോറിയ ടെർമിനസ്. ഇന്നത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ആണ്. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണിത്. കോട്ടകൾ. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ധാരാളം കോട്ടകൾ നിർമ്മിച്ചു.
ഉദാഹരണം കൊച്ചിയിലെ ഫോർട്ട് ഇമാനുവൽ, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട, തലശ്ശേരി കോട്ട. സാമൂഹിക പരിഷ്കരണങ്ങൾ. സതി നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭുവാണ് 1829. ഇതിനായി പരിശ്രമിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. വിധവാ പുനർവിവാഹം ഇതിനായി നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ് 1856.